ബാലൻസും ഇല്ല. ഉണ്ണി ഓ അവനെ വിളിച്ചട്ടെ, എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല, കണക്ട് ആവണില്ല. നീ ഒരു പണി ചെയ്തേ, ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഇങ്ങോട്ട്. ഗൂഗിൾ പേ 100 രൂപ ഇങ്ങോട്ട് ഇടാ. എന്റെ പേര് ഈ ഗൂഗിൾ പേ എടുക്കണം, ആദ്യം ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുക്കാൻ പൈസ വേണം. അക്കൗണ്ട് എടുത്തിട്ടില്ലേ? ഏടുന്നോ 10 പൈസ. ഇരുന്ന് കാണുന്നില്ലേ, ശരീരം കാണുന്നില്ലേ? ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണം, ജിമ്മിൽ പോകണം, പൈസ ഇല്ല. അല്ല, ആളോടാ ചോദിച്ചാ. അന്നൊരു പണി, ഞാനേ അവനെ വിളിച്ച് 2 തെറി പറയട്ടെ. നിന്റെ കയ്യിൽ ബാലൻസ് ഇല്ലേ? എന്തിനീ ഞാൻ പറയണ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേ. ഓന്റെ ചീത്തയും തല്ലും ഞാൻ പിടിക്കാൻ വേണ്ടിട്ട്. വേണ്ട, പറ്റില്ല. എടാ ഞാനല്ലേ വിളിക്കണ, പിന്നെ എന്തിനാ നിന്നെ തെറി പറയണത്? ഇന്ന് വരെ എന്റെ ഒരു കാര്യത്തിൽ ഞാൻ തല്ലു മേടിച്ചിട്ടാ. എപ്പോ തല്ലു മേടിച്ചത് നിന്റെ കാര്യത്തിലാണ്. രാജേഷ് തച്ചത് മറക്കൂല. ഇത് രാജേഷിനല്ലേ, ഇത് വേറെ തന്നെയാണ്. ഇന്ന് വിളിച്ചിട്ട പരിപാടിയില്ല. മടുത്തു എനക്ക് തല്ലുകൊണ്ടിട്ട്. എന്തിനാ നീ കൂട്ടുകാരൻ പറഞ്ഞ് രാവിലെ ഇവിടെ വന്ന് ചാരി ഇരിക്കണം, ഒരു ഉപകാരത്തിനും പറ്റാതെ? എന്റെ എന്തെങ്കിലും മേടിച്ച് തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. എത്ര അടി കൊണ്ടുവിടാ ഞാൻ എനിക്ക് വേണ്ടിട്ട്. അവന്റെ 2 വർത്താനം ചൂടോടെ പറയണോടാ. ഒന്നില്ലേ വിളിച്ച് പറയണോ, അല്ലെ കമന്റ് ഇടണം. ഇതിലാണെ ബാലൻസും. കമന്റ് ഇട്ടോ? ഇതില് കമന്റ് ഇട്ടോ? അത് കുഴപ്പമില്ല, ഫേസ്ബുക്കിലല്ലേ. അത് ഞാനിടൂല. ഇല്ല, നീ ഇടണേ. അത് പ്രശ്നം. അതെനക്ക് കുഴപ്പമില്ല. എന്റെ ഫേസ്ബുക്ക് എടുത്തുപ്പോ നീ കമന്റ് ഇട്ടോ. നീ ഇടണേ, ഞാൻ ഇടൂല. 2 തെറി അവനെ പറഞ്ഞില്ലെങ്കിലേ എത്ര പണം കൂട്ടോ? പണം ഇല്ല, ചീത്ത ഒറ്റ വിളിച്ചോ, എനക്ക് പ്രശ്നം. ഞാനിപ്പോ ഇതിന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനക്കെന്ത് കുഴപ്പം? നീയല്ലേ ഇടുന്ന എന്റെ ഫേസ്ബുക്ക്. അവന്റെ പോസ്റ്റ് എടുക്കട്ടെ, അതിന്റെ താഴെ തന്നെയാണ് കൊടുക്കുക. എടാ നാറി, പരന്നറിയിട്ടോ. നീ കളിക്കുമ്പോൾ ആളും തരവും അറിഞ്ഞ് കളിക്കണം. എടാ ഊളെ, ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ കാല് പിടിച്ച് വട്ടം കീറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും കേട്ടോടാ ഡാഷ് മോനെ. സംസ്കാരമില്ലാത്തത് കുറച്ചേ. നീ സംസ്കാരമില്ലാത്തവരാണ് നാട്ടുകാർ പറയും. എന്തെങ്കിലും പറയട്ടെ, ലേറ്റ് ആക്കിയേ. എനിക്ക് മനസ്സിലായി. നല്ല സാധാരണ വിളിക്കുന്ന അമ്മ വിളിച്ചോ. ഓക്കെ, അത് വിട്ടിട്ടുണ്ട്. പോയല്ലേ? അല്ല പിന്നെ നമ്മുടെ കളി. ഇൻസ്റ്റാഗ്രാമിൽ ഈ പെണ്ണിന്റെ ഒരു നമ്പർ കിട്ടുമോ? എന്തിനാണ്? അത് അച്ഛന്റെ വകയിലൊരു പെങ്ങളാണ്. എന്റെ സങ്കല്പത്തിൽ പെണ്ണ് ഇതാണ്. അവർക്ക് ഒരുപാട് വയസ്സുണ്ടാ. അതല്ല സുഖല്ലേ? സുഖം. എന്താ വഴിക്ക്? ഇല്ല, ഞങ്ങള് ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന വഴിയാ. നന്നായി നന്നായി. അച്ഛനകത്തുണ്ട്. അല്ല, നിനക്ക് ഏതാണ്ട് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്കെന്നൊക്കെ പറഞ്ഞ്. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇനി അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താ മതിയല്ലേ?